ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെക്കേഷൻ ഡേയ്സ് എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതിനുള്ള കുറച്ച് പോയിൻറ്റ്സ് ഞാൻ ഇവിടെ ഷെയർ ആക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാനിങ് ഓർ ടു ഡു ലിസ്റ്റാണ്. ഒരു ഡേ സ്റ്റാർട്ട് ആക്കുമ്പോൾ ആ ഡേയിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ആക്കണം എന്നൊരു ഐഡിയ ലഭിക്കാനായിട്ട് ഈ ടു ഡു ലിസ്റ്റ് വളരെ യൂസ്ഫുള്ളാണ്. സ്റ്റുഡൻസായ ക്ലാസ് ഒന്നുമില്ല നമുക്ക്, അല്ലെങ്കിൽ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെക്കേഷൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റൊട്ടീനൊന്നും ഇല്ലാതായിരിക്കും പോവുക. ഇപ്പോൾ വേണമെങ്കിൽ എണീക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ടു ഡു ലിസ്റ്റ് നല്ല ബെനിഫിറ്റ് ഉള്ളതാണ്. പിന്നെ ഒരു വലിയ ടാസ്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ സ്റ്റെപ്പാക്കി മാറ്റുമ്പോൾ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ പുതിയ ഹാബിറ്റ്സ് അല്ലെങ്കിൽ റൊട്ടീൻസ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റീവ് ഡേ ആകുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കണം, ബെഡൊക്കെ മേക്ക് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്കൂളൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഇതിനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല. ഒരു പുതിയ ഹാബിറ്റ് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് പെട്ടെന്നൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളത് കൺസിസ്റ്റൻ്റായി ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ ഈ വെക്കേഷൻ ആകുമ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ പുതിയ ഹാബിറ്റ്സൊക്കെ കൊണ്ടുവരാൻ നമുക്ക് നല്ല ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാനും അതുപോലെ തന്നെ പുതിയ റൊട്ടീനൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനൊക്കെ നമുക്ക് പറ്റും. പിന്നെ ഒരുപാട് നാളായി നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് ഹാബിറ്റ്സൊക്കെ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഈ സമയത്ത് ചെയ്യാൻ പറ്റും. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യാം. റീഡിങ്, ഗാർഡനിങ്, വർക്കൗട്ട്, ഹെൽത്തി ഡയറ്റ്സ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ് റീഡിംഗ് ആണ്. റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നമുക്ക് ഈ ഒരു വെക്കേഷൻ ഡേയിൽ കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും ഒരു നല്ലൊരു ഹാബിറ്റാണ് റീഡിങ്. അപ്പോൾ നമ്മൾ ബുക്ക് സെലക്ട് ചെയ്യുമ്പോൾ നല്ല പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ നല്ല മെസ്സേജസ് തരുന്ന ബുക്സാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബുക്കൊന്നും കാശ് കൊടുത്ത് വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏരിയയിലൊരു പബ്ലിക് ലൈബ്രറി കാണുമല്ലോ, അവിടെ ഒരു തവണ മെമ്പർഷിപ്പ് എടുത്താൽ നമുക്ക് പിന്നെ എപ്പോൾ വേണോ ബുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ ബുക്കൊക്കെ എടുത്ത് നമുക്ക് ഈ ഒരു ടൈമിൽ വായിക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് ജേർണലിംഗ് ആണ്. ജേർണലിങ്ങിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവരാൻ നമുക്ക് ജേർണലിംഗ് ഹെൽപ്ഫുള്ളാണ്. ഒരു ഓർഡറും ഇല്ലാതെ പോകുന്ന ലൈഫ് ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡെയിലി ജേർണൽ ചെയ്യുമ്പോൾ നമ്മുടെ ഡെയിലി ടാസ്കിനെ ഈസിയായി നമുക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരാൻ കഴിയുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ ജേർണൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് പോയിന്റ് ഡെവലപ്പ് യുവർ ഹോബീസ് ഓർ സ്കിൽസ്. നമ്മുടെ സ്കിൽസ് അല്ലെങ്കിൽ ഹോബീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഫ്രീ ടൈമിൽ പറ്റുന്നതായിരിക്കും. നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലൊരു സ്കിൽ കാണും, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് ഈ ഒരു ടൈമിൽ പറ്റും. നമ്മുടെ പാഷൻ, ടാലൻസ്, സ്കിൽസ്, ഹോബീസ് ഒക്കെ ഈ ടൈമിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് ഓർഗനൈസിങ് ഓർ മേക്ക് ഓവർ. ഒരുപാട് നാളായി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന മേക്ക് ഓവറൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ ചെയ്യാം. ആ ടൈമിൽ നമുക്ക് ടൈം കിട്ടാതെ നമ്മൾ ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ. ഇപ്പോൾ ഉള്ള ലുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഒരു പുതിയ ലുക്ക് കൊണ്ടുവരാം, ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഡെസ്ക് ആയിക്കോട്ടെ, റൂം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലത്തെങ്കിലും നമ്മളൊരു ചെറിയ മേക്ക് ഓവറൊക്കെ ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് ക്യാഷ് ഒന്നും ചിലവാക്കേണ്ടതില്ല, നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് സെൽഫ് ലവ്. സെൽഫ് ലവ് എന്താണ് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് സെൽഫ് ലവ്. ഡെയിലി നമ്മൾ ഇതിനായി കുറച്ച് സമയമൊക്കെ മാറ്റി വയ്ക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.